أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى عن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم اشتكت النار إلى ربها فقالت يا ربي أكل بعضي بعضا فأذن لها بنفسين نفس في الشتاء ونفس في الصيف أشد ما تجدون من الحد من سموم جهنم وأشد ما تجدون من البرد من زمهرير جهنم أو كما قال عليه الصلاة والسلام صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മനുഷ്യന്റെ യഥാർത്ഥമായ ജീവിതം വെച്ചിരിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്, ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരിക്കലും അവസാനിക്കാത്ത ആഖിറത്തിലാണ്. അവിടെ മനുഷ്യർ രണ്ടവസ്ഥയിലാണ്. ഒന്നുകിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വർഗീയ ലോകത്താണ്. ആ ജീവിതം കാലാകാലമാണ്. അല്ലെങ്കിൽ മനുഷ്യൻ വലിയ അപകടത്തിലാണ്, നരകത്തിലാണ്. അവിടെയും മുശ്രിക്കുകൾ, ഈമാനില്ലാത്തവർ, കപടവിശ്വാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം കാലാകാലമാണ്. എന്നാൽ മനുഷ്യന് ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകമുണ്ടെന്നും അവിടെ ജീവിക്കേണ്ടവരാണെന്നും അവിടെ സുഖവും ദുഃഖവും ഉണ്ടെന്നും അറിയാനും അറിയിക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമൊക്കെയാണ് ഈ താൽക്കാലിക ഭൗതിക ജീവിതത്തിൽ അല്ലാഹു തആല സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും അനുഗ്രഹീതമായ അവസ്ഥയും പ്രയാസകരമായ അവസ്ഥയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നമുക്കിവിടെ അനുഭവിക്കാൻ ചെറുതായിട്ട് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ വലിയ അനുഭൂതികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല ഈ ദുനിയാവിലെ ജീവിതത്തെ ഒരു ഇബ്തിലാ ആയിട്ട്, ഒരു പരീക്ഷണമായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ദുനിയാവിൻ്റെ സൃഷ്ടിപ്പിലും ഈ ഭൂമിയിലെ പ്രദേശങ്ങളിലും മനുഷ്യൻ ഭൂമിയിൽ കഴിച്ചുകൂട്ടുന്ന സമയങ്ങളിലുമൊക്കെ സ്വർഗ നരകങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്ന ചില അവസ്ഥകൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ചില നാടുകൾ, ആ നാട്ടിലേക്ക് മനുഷ്യർ യാത്ര ചെയ്യാറുണ്ട്. അവര് സന്തോഷിക്കാൻ വേണ്ടിയാണ് അവിടേക്ക് പോകുന്നത്. നമ്മൾ സാധാരണ ടൂർ പ്രോഗ്രാം നടത്തുന്നവരുണ്ട്, ടൂറിന് പോകുന്നവരുണ്ട്. അറബി രാജ്യങ്ങളിലോ പാരീസിലേക്ക് പോകും. നമ്മുടെ നാട്ടുകാർ നല്ല ചൂട് സമയത്ത് കാശ്മീർ പോകുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തൊട്ടടുത്ത തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ പോകുന്നവരുണ്ട്. ഊട്ടിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രദേശങ്ങളിലോ
ഈ ചൂട് സമയത്ത് അവർക്കൊരു തണുപ്പ് കിട്ടും. ആ ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ അത് ആസ്വദിക്കാൻ പോകുന്നതാണ് മനുഷ്യൻ, അത് അനുഭവിക്കാൻ പോകുന്നതാണ്. ആ ആസ്വാദനം മനുഷ്യനെ മാനസികമായും ശാരീരികമായും ശക്തിപ്പെടുത്തും. അല്ലാഹു തആല ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ആസ്വാദനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് തിരിയാനാണ്, ഒന്ന് മനസ്സിലാക്കാനാണ്. ഇതുപോലെയാണ് ചില കാലാവസ്ഥകൾ. മനുഷ്യൻ രാവിലെ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് വരുന്ന കാലാവസ്ഥയാണ്. ഒരുവിധം നല്ല മഞ്ഞ്, പകലൊന്നും വലിയ ചൂടില്ല. ആ സമയത്താണ് കായ്കനികളൊക്കെ കായ്ക്കുന്ന പ്രത്യേകമായ ഒരവസ്ഥ. ഇന്ന് രാവിലെ റോഡിൽ നമ്മൾ യാത്ര ചെയ്താൽ ഇഷ്ടംപോലെ നടക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ആ മഞ്ഞത്തിറങ്ങിയിട്ട് വളരെ ഹാപ്പിയായിട്ടാണ് അവർ നടക്കുന്നത്. ആ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇതുപോലെ നേരെ തിരിച്ചുകൊണ്ട് ചില പ്രദേശങ്ങൾ ഭയങ്കരമായ ചൂടായിരിക്കും, പുറത്തിറങ്ങാൻ കഴിയില്ല. ഇറങ്ങിയാൽ അപ്പോഴേ ചാടി AC കയറും. പല പ്രവാസികൾക്ക് അത് കൂടുതൽ അറിയാം. എന്നാൽ AC കയറാൻ പറ്റാതെ പണിയെടുക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. ആ പൊള്ളുന്ന വെയിലത്ത് പണിയെടുത്തുകൊണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യർ. കഠിനമായ ചൂട്. ഇതുപോലെ ചില കാലാവസ്ഥകളുണ്ട്. കഠിനമായ ചൂട്, ചിലപ്പോൾ കഠിനമായ തണുപ്പ്. ചെറിയൊരു ചൂട് വന്നപ്പോഴേക്ക് നമ്മളൊക്കെ അസ്വസ്ഥരാണ്. പലരും രാത്രി ഉറക്കമില്ല എന്നാണ് പറയും, ഉറങ്ങാൻ പറ്റുന്നില്ല. AC ഇല്ലാത്തവർക്ക് AC വെക്കാനുള്ള ശ്രമത്തിൽ കറണ്ട് അതിന്റെ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കാൻ വരുന്നവരെ അസ്വസ്ഥപ്പെടുക. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉള്ളത് അപൂർവമായിരുന്നു. അടുത്ത കാലഘട്ടത്തിലായിട്ട് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ ബേജാറാകുക. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഖത്തിൽ നാരു ഇലാ റബ്ബിഹാ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. നരകം അതിന്റെ രക്ഷിതാവിനോട് ആവലാതി ബോധിപ്പിച്ചു. യാ റബ്ബി അക്കല ബഅദിൽ ബാള. നരകം പ്രപഞ്ചം പറഞ്ഞു, റബ്ബേ, എന്റെ ഈ പ്രപഞ്ചത്തിൽ എന്നിൽ അതികഠിനമായ ഈ ചൂടും അതികഠിനമായ ഈ തണുപ്പും അത് കാരണം ഞാൻ വീർപ്പ് മുട്ടുന്നു. എന്നിൽ ചിലരെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രയാസം അനുഭവപ്പെടുന്നു. അല്ലാഹു തആല അതിന് 2 ശ്വാസം കഴിക്കാനുള്ള അവസരം കൊടുത്തു. എന്ന് പറഞ്ഞാൽ അതിന്റെ വായു അല്ലെങ്കിൽ അതിന്റെ ഗന്ധം അതിനെ പുറത്തേക്ക് തള്ളാനുള്ള 2 അവസരം കൊടുത്തു. നിങ്ങൾ അനുഭവിക്കുന്ന അതികഠിനമായ ഈ ചൂട് ആ നരകത്തിന്റെ ഒരു ശ്വാസം വിടലാണ്, അല്ലെങ്കിൽ അതിന്റെ എയർ അത് പുറത്തേക്ക് തള്ളുന്നതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന താങ്ങാൻ പറ്റാത്ത ശൈത്യം അത് നരകത്തിന്റെ അത്തരത്തിലുള്ള ഒരു പുറത്തേക്ക് അതിന്റെ ഒരു ശ്വാസം കളയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നരകം പടച്ചുകൊണ്ട് പറയുകയോ നരകത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ മനുഷ്യരുടെ ചിന്ത പോകും. നമ്മൾ ഈ ലോകമൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ലോകമെല്ലാം കണ്ടിട്ടുണ്ടോ? നമ്മൾ ലോകമൊന്നും കണ്ടിട്ടില്ല. സ്വർഗ നരകങ്ങളിൽ വിശ്വസിക്കാത്ത ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും മനുഷ്യൻ മനസ്സിലാക്കിയാൽ തന്നെ ഒരു 15% അവന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ അങ്ങേയറ്റം മാഫിൽ ബാബ് പോയാൽ അതിന്റെ ഒരു 15% നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊന്നും ആകാശം കണ്ടിട്ടില്ല, നമുക്കറിയില്ല. ഈ കാണുന്ന ആകാശം ഒന്ന് നമ്മൾ പറയുകയാണ്, അത് മേഘമാണ്. ആകാശം നമ്മൾ കണ്ടിട്ടില്ല. മനുഷ്യനൊന്നാൻ ആകാശത്ത് എത്തിയിട്ടില്ല, ഒന്നാകാശം കണ്ടിട്ടുമില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഈ സൃഷ്ടി പ്രപഞ്ചം അതൊരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. ഈ ലോകത്തെ തന്നെ സങ്കല്പിക്കാൻ കഴിയില്ല.
അനന്തമജ്ഞാനം അവർണ്ണനീയം എന്ന് മലയാളത്തിന്റെ കവി പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ എവിടെ എങ്ങനെ ഇത് കണ്ടുപിടിക്കാനാണ്, എങ്ങനെ മനസ്സിലാക്കാനാണ്? ഇപ്പൊ സൂര്യന് ചൂടുണ്ടെന്ന് നമുക്കറിയാം. ആ ചൂടിന്റെ അളവൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. ഇത്ര 1000 ആറ്റം ബോംബുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിച്ചാൽ എത്ര വലിയ ഉഷ്ണമുണ്ടാകുമോ അത്രയൊക്കെ ആയിരിക്കും സൂര്യഗോളത്തിനകത്തുള്ള ചൂട്. അത് ശരിയാണ്. പക്ഷെ ഈ ചൂട് എവിടുന്ന് വന്നതാണ്? ഈ സൂര്യന്റെ ചൂട് എവിടുന്ന് വന്നതാണ്? അത് പറയാൻ നമുക്കറിയില്ല. അത് സൃഷ്ടിച്ച റബ്ബ് പറയണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നരകത്തിൽ നിന്നാണ് ആ സൂര്യന്റെ ചൂട് വരുന്നത്. ശക്തമായ ചൂട് കാലഘട്ടത്തിൽ ഗുഹ നിങ്ങൾ തണുപ്പിച്ച് നമസ്കരിക്കുക. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഗുഹറിന്റെ അമ്പത് വക്ത് നമസ്കരിക്കുന്നതിന് പകരം കഠിന ചൂടുള്ള പ്രദേശത്ത്, അങ്ങനെയുള്ള നാട്ടിൽ, അങ്ങനെയുള്ള പള്ളികളിലേക്ക് നടന്നു പോകണമെങ്കിൽ നിങ്ങൾ ആ ദുഹക്ക് അല്പം തണുപ്പിച്ച് നമസ്കരിക്കുക. കാരണം കഠിനമായ ചൂട് ആ നരകത്തിൽ നിന്നുമുള്ള ഒരു ഫയഹാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ സൂര്യൻ അവസാനം നരക പ്രപഞ്ചത്തിലേക്ക് മടക്കുമെന്ന് മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ ചൂടോടുകൂടി അത് മടക്കപ്പെടുന്നത് നരകത്തിലേക്കായിരിക്കും. അപ്പൊ കഠിനമായ ചൂട് വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണം? ഇവിടുത്തെ ചൂടിൽ കാണിക്കലല്ല, നരകത്തെ കുറിച്ച് ഓർക്കണം. അതാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. കട്ടിയായ തണുപ്പ് വരുമ്പോൾ മനുഷ്യൻ നരകത്തിന്റെ തണുപ്പിനെ സംബന്ധിച്ച് ഓർക്കണം. സന്തോഷത്തിന്റെ കാലാവസ്ഥ വരുമ്പോൾ മനുഷ്യൻ സ്വർഗത്തിന്റെ സുഖത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കണം. ആനന്ദകരമായ നാടുകളിൽ എത്തുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും സ്വർഗം ഇതിനേക്കാൾ എത്ര സന്തോഷകരമാണ് എന്നുള്ള ചിന്ത വരണം. അതാണ് ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടത്. ഇവിടെയാണ് ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ കഠിനമായ ചൂട് വന്നപ്പോൾ അയാൾ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അശദ്ദ ഹാദൽ യൗം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല. ഈ ദിവസം എന്തൊരു ചൂടാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അല്ലാഹുമ്മ അജിർനി മിൻ ഹജ്ജി ജഹന്നം, അല്ലാഹുവേ നരകത്തിന്റെ ചൂടിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നൊരു ദാസൻ പറഞ്ഞാൽ അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറയും ലി ജഹന്നം, നരകത്തോട്, ഇന്ന അബ്ദൻ മിൻ ഇബാദി, എന്റെ അടിമകളിൽപ്പെട്ട ഒരു ദാസൻ, ഒരു അടിമ, അത് ഇസ്തജാറ ബി മിൻകി, നിന്നെ തൊട്ടും എന്നോട് കാവൽ ചോദിച്ചിരിക്കുന്നു. നരകത്തെ തൊട്ടും എന്നോട് കാവൽ ചോദിച്ചിരിക്കുന്നു. ഫഅജർതുഹു, ഞാൻ അവനെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു, മോചിപ്പിക്കുന്നു. പിന്നീട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്ങാൻ പറ്റാത്ത തണുപ്പ്. നരകത്തിന്റെ ശിക്ഷ വിവിധ രീതിയിലാണ്. താങ്ങാൻ പറ്റാത്ത തണുപ്പ്, ആ തണുപ്പ് പ്രദേശത്ത് ജീവിച്ചവർക്ക് എങ്ങനെയാണ്? രോമകൂപങ്ങളുടെ ഉള്ളിലൂടെ അകത്തേക്ക് കുത്തിക്കയറും. സുബഹിക്ക് എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ ചൂടുവെള്ളമില്ലെങ്കിൽ സാധിക്കത്തില്ല. ഉത്തരേന്ത്യയിലൊക്കെ പൊതുവെ അത് കാണാറുണ്ട്. ദാറുൽ ദൈവത്തിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ചൂടുവെള്ളം കിട്ടാൻ പ്രയാസം. അതുപോലെ കൈയിട്ടാൽ ഇങ്ങനെ ഐസ് വെള്ളത്തിൽ കൈയിട്ടോരിക്കും, അത്ര കട്ടിയാണ്. ആർന്ന് നിൽക്കുക, നീ വിറക് വെച്ച് ചൂടാക്കിയിട്ട് വരുന്ന വെള്ളത്തിന്റെ അവിടെ പോയിട്ട് തൊട്ട് തിരിച്ച് ഒന്നും ചെയ്യും. അതേ സാധിക്കുള്ളൂ മനുഷ്യൻ. അന്നേരം വെള്ളം ദേഹത്ത് ഒഴിച്ച ആളങ്ങനെയാണ് നിൽക്കും. അത്രയും നല്ല കട്ടിയായ തണുപ്പാണ്. താങ്ങത്തില്ല, ചിലപ്പോൾ പലർക്കും താങ്ങാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനത്തെ കട്ടിയായ തണുപ്പ് വരുമ്പോ മനുഷ്യൻ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അശദ്ദൽ ബർദ്, മാ അശദ്ദ ബർദ ഹാദൽ യൗം. അല്ലാഹു, എത്ര ഭയങ്കരമായ തണുപ്പാണിത്, താങ്ങാൻ പറ്റുന്നില്ലല്ലോ. മനുഷ്യന്റെ കൈകാലുകൾ പൊട്ടും, ചുണ്ടുപൊട്ടും, മുഖം പൊട്ടും. അല്ലാഹുമ്മ ഇന്നി അജ്റുക മിനന്നാർ, അല്ലാഹു, ഞാൻ നിന്നോട് നരകത്തിന്റെ ഈ കഠിനമായ തണുപ്പിനെ തൊട്ടും ശിക്ഷയെ തൊട്ടും കാവൽ ചോദിക്കുന്നു എന്നൊരു ദാസൻ പറഞ്ഞാൽ അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല നരകത്തോട് പറയും, ഇന്ന അബ്ദൻ മിൻ ഇബാദി, എന്റെ ദാസന്മാരിൽപ്പെട്ട ഒരു അടിമ, ഖദ് ഇസ്തജാറ ബി മിൻകി, നിന്നെ തൊട്ടും എന്നോട് അവൻ കാവൽ ചോദിച്ചിരിക്കുന്നു, അഭയം തേടിയിരിക്കുന്നു. ഇനി ഉഷ്ഹിദുക, ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു, ഖദ് അജർതുഹു, ഞാൻ അവനെ അഭയം നൽകി എന്നതിന് നീ സാക്ഷിയാണ് എന്ന് നരകത്തോട് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയും
എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചൂട് വരുമ്പോൾ നമ്മൾ ഒപ്രാളപ്പെടുകയല്ല, എങ്ങനെ ഇപ്പം സുബഹിസ്കാരം മുടക്കാൻ പറ്റും, എങ്ങനെ ഇപ്പം ജമാഅത്ത് നമസ്കാരത്തിന് പോകാതിരിക്കാൻ എന്താ ഒരു വഴി, അതുപോലെ ദീനിന്റെ ഏതെല്ലാം കാര്യങ്ങളുള്ള അതിൽ നിന്ന് ഒഴിവാക്കാൻ എന്താ വഴി. പള്ളിയിൽ AC ഇല്ല, തണുപ്പില്ല, പിന്നെ കരണ്ടില്ല, പ്രയാസങ്ങളാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ കഴിച്ചു കൂട്ടാം എന്നല്ല മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ ചൂട് വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കത്തിക്കുന്ന തീയില്ലേ ദുനിയാവിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, നിങ്ങൾ ദുനിയാവിൽ കത്തിക്കുന്ന തീയില്ലേ, ഈ തീ നരകത്തിലെ തീ ഇതിന്റെ 70 ഇരട്ടി കട്ടിയുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് പാറകളാണെന്ന്. പാറയൊന്ന് കത്തിച്ച് നോക്കി ആർക്കെങ്കിലും കത്തിക്കാൻ കഴിയും? പാറ കത്തിക്കാൻ എത്ര ഡിഗ്രി ചൂടുണ്ടാകണമെന്ന് ആലോചിച്ച് നോക്കി. കത്തിക്കാനൊന്നും മനുഷ്യന് കഴിയില്ല പാറ കത്തിക്കാൻ. ആ പാറയാണ് നരകത്തിലെ ഇന്ധനം. വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിലെ തീയേക്കാൾ നരക പ്രപഞ്ചത്തിന്റെ തീ അത് 70 ഇരട്ടി കട്ടിയുള്ളതാണ്. ശാമികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു തീ തന്നെ അസഹ്യമാണ്, എന്താണ് 70 ഇരട്ടി, എങ്ങനെ ഇത് സഹിക്കും മനുഷ്യൻ, എന്തായിരിക്കും അത്? അത്ര ഭയങ്കരമാണ് നരകത്തിലെത്തി. അപ്പോൾ മനുഷ്യൻ ഈ സ്വാഭാവികമായ തീ വരുമ്പോൾ ഒന്ന് ആലോചിക്കണം നരകത്തെ കുറിച്ച്. ചില മനുഷ്യർ പറയാറുണ്ട്, നിങ്ങൾ സ്വർഗവും നരകവും ഒന്നും ചിന്തിക്കണ്ട, അതൊക്കെ അങ്ങ് സ്വാഭാവികമായിട്ട് അങ്ങ് പൊക്കോളും. ചില കള്ളത്തരീക്കക്കാരും കള്ള സൂഫിയാക്കളും പറയാറുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ അങ്ങ് പ്രണയിച്ചാൽ മാത്രം മതി, നരകത്തെ പേടിക്കുകയും വേണ്ട, നിങ്ങൾ സ്വർഗത്തെ ആശിക്കുകയും വേണ്ട. അത് തിന്മ ചെയ്യാനുള്ള ലൈസൻസ് എടുപ്പാണ്. പടച്ചോനെ പേടിക്കാതെ ദുനിയാവിൽ ജീവിച്ച് തിന്മ ചെയ്യാനുള്ള ലൈസൻസ് എടുക്കാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ 2 ഭാഗം അള്ളാഹു പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു. സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ സുഖാസ്വാദനങ്ങളെ കുറിച്ച് നമ്മൾ ആഗ്രഹിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നരകത്തെ ഭയപ്പെട്ട് തന്നെയാണ് വിശ്വാസി ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. ഈ 2 കാര്യങ്ങൾ റബ്ബിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ മഖാമിനെ കുറിച്ചുള്ള ഭയം അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അള്ളാഹുവിന്റെ സ്വർഗത്തിലുള്ള പ്രതീക്ഷയും അള്ളാഹുവിന്റെ കരുണയിലുള്ള അങ്ങേയറ്റത്തെ ആശയും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാൻ ബൈനൽ ഖൗഫി വർ റജാ, ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിലുള്ള അവസ്ഥയാണ്. നരകത്തെ അവൻ ഭയപ്പെടും, സ്വർഗത്തെ അവൻ ആഗ്രഹിക്കും. അള്ളാഹു ശിക്ഷിച്ചാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ലല്ലോ എന്ന ബോധമുണ്ടാകും. അള്ളാഹുവിന്റെ സ്ഥാന മഹത്വത്തെ പേടിക്കും. അള്ളാഹുവിന്റെ കരുണയിൽ അങ്ങേയറ്റത്തെ ആശയും. പ്രാവശ്യം ഒരു മഹാൻ സംസാരിച്ചു, ബഹുമാനപ്പെട്ട മൗലാന മൂസ റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഒരു സംഭവം പറഞ്ഞു. ഉത്തരേന്ത്യയിലെ അവസ്ഥ നമുക്കറിയാം. അവിടെ എപ്പോഴും നമ്മുടെ ഈ കേരളം ഒരു പ്രത്യേക ഒരു രാജ്യമാണ് നമുക്ക് എപ്പോഴും തോന്നുന്നു. മറ്റ് സ്റ്റേറ്റിലേക്കോ മറ്റ് നാടുകളിലേക്കോ ഒക്കെ യാത്ര ചെയ്താൽ മനുഷ്യരെല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കും. പിന്നെ കുറെ കാലിയായ വയലോ അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളോ അങ്ങനെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ കുറെ ആൾക്കാർ ജീവിക്കും. ഇതാണ് ലോകത്തിന്റെ ഏകദേശം നമ്മൾ കണ്ട പല നാടുകളുടെയും നമ്മുടെ രാജ്യത്തെ എല്ലാം ഒട്ടുമിക്ക സ്റ്റേറ്റുകളുടെയൊക്കെ അവസ്ഥ. നമ്മുടെ കേരളത്തിന്റെ ഇപ്പൊ എന്തോ അത് പറയാൻ പറ്റില്ല. കാസർഗോഡ് പോലെ നമ്മുടെ പാഠശാലകളെ സഞ്ചരിച്ചാൽ ഇങ്ങനെ ഒരു വില്ലേജ് പോലും ഇങ്ങനെ ആളും പേരും കടയും കമ്പോളങ്ങളുമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ മറ്റു നാടുകളിൽ അങ്ങനെയല്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു 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 നാട്ടിൽ നിന്നും ഒരു സ്ത്രീ അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര പോയി. വൈകിട്ട് ഒരു അസ്തമയ ശേഷം സന്ധ്യാസമയത്ത് നാട്ടിൽ പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്തിട്ട് നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന പോലെയല്ല, 10 മിനിറ്റ് പെയ്താൽ പിന്നെ റോഡ് നിറയും, വെള്ളമായിരിക്കും. അപ്പൊ ഈ സ്ത്രീക്ക് പോകാൻ കഴിയാതെ അവിടെ തൊട്ടടുത്ത് കണ്ട ഒരു പള്ളി, അതിലേക്ക് അവർ ഓടിക്കുന്നു. മഴ കഠിനമായി, അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അവിടെ ആ പള്ളിയിൽ ഇബാദത്തൊക്കെ ചെയ്ത് നമസ്കരിച്ചൊക്കെ അവിടെ ഇമാമത്തൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. നല്ല മനുഷ്യനാണ്. അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, ഈ സമയത്ത് പോയാൽ നിങ്ങൾക്ക് എവിടെ എങ്ങനെ എത്താനാണ്? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അവിടെ എൻ്റെ റൂമുണ്ട്, അതിനകത്ത് കയറിയിട്ട് അകത്തുനിന്ന് വാതിലടച്ച് നീ അതിൽ കഴിഞ്ഞോ, എൻ്റെ കുറച്ച് റൊട്ടിയും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ തരാം. എപ്പോഴെങ്കിലും മഴ അവസാനിച്ച് വെള്ളം തീർന്നു കഴിഞ്ഞാൽ നീ അത് തുറന്നിറങ്ങി പൊക്കോളാൻ. ആ സ്ത്രീ ആ റൂമിൽ കയറി കഥ അടച്ചു.
പക്ഷെ രാത്രിയായി മഴ തീർന്നില്ല. രാത്രിയായപ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത ചിന്തകളുണ്ടായി. മനുഷ്യൻ എങ്ങനെയാണല്ലോ, വേറെ ആരുമില്ല, ഒറ്റയ്ക്കൊരു പ്രദേശത്താണ്. അപ്പം അതേങ്ങനെ ചിന്തയുണ്ടായിട്ട് ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എഴുന്നേറ്റപ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരിക, നരകത്തിന്റെ തീ എത്ര ഭയങ്കരമാണ്. അതൊന്നും പറഞ്ഞിട്ട് മനസ്സങ്ങോട്ട് കേൾക്കുന്നില്ല. ഈ മനുഷ്യൻ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് അതിലേക്ക് കൈ ഇങ്ങനെ കാണിച്ചു. അപ്പൊ കൈ പൊള്ളി. അതിന്റെ കൈ പൊള്ളി നല്ലപോലെ തിരിച്ചെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നരകത്തിന്റെ തീ ഇതിനേക്കാൾ 70 ഇരട്ടി കത്തിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും മനസ്സിനകത്ത് ആ ഒരു ചിന്ത കഠിനമായി. അപ്പോഴും അദ്ദേഹം ഈ കൈ വെച്ചു. ഏതാണ്ട് നേരം വെളുക്കുന്നത് വരെ വിളക്ക് കത്തിച്ചു വെച്ച് അതിനകത്തേക്ക് തന്റെ വിരല് വെച്ച് ആ വിരല് കരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ അദ്ദേഹം എങ്ങനെ നേരം വെളുപ്പിച്ചു. ആ മുതലാളികൾ പറഞ്ഞു, ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ നരകത്തെ ഭയപ്പെടുകയാണെങ്കിൽ എത്ര വലിയ തിന്മയുടെ സാഹചര്യത്തിലും അതവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു നിർത്തും. ആ മനുഷ്യൻ ഈ രാത്രിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥയിൽ, ആ തിന്മയിൽ നിന്നും ആഖിറത്തിനെ, പരലോകത്തെ, നരകത്തെ ഓർത്ത് ഈ മനുഷ്യൻ അതിൽ നിന്ന് പിന്മാറി. അയാൾക്ക് എത്ര വലിയ ദർജയായിരിക്കും അല്ലാഹുവിന്റെ അടുക്കൽ. ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ചില മനുഷ്യർക്ക് നാളെ ആഖിറത്തിൽ വലിയ ദർജ കിട്ടും. അതിന്റെ കാരണം വലിയ അമൽ ചെയ്തതിന്റെ പേരിലല്ല, പാപങ്ങളിൽ നിന്നും പടച്ചവനെ പേടിച്ച് പിന്മാറിയതിന്റെ പേരിൽ. ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങൾ ആരാണ്? അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരെ ഹൃദയം ഒന്ന് പടയ്ക്കും. ആ കാര്യം പറയുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായി. ഒരു പാപം ചെയ്യാൻ പോകുമ്പോൾ മനസ്സിനകത്ത് റബ്ബിനെ കുറിച്ചൊരു ഭയം ഉണ്ടായി. എപ്പോൾ അത് അവസാനിപ്പിച്ചു, പേടിച്ച് പിന്മാറി. ആ മനുഷ്യന് വലിയ ദർജയാണ്. ഒരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല നാളെ ആഖിറത്തിൽ ചില മനുഷ്യർ വലിയ അമലുകളുമായിട്ട് വരും. ധാരാളം അമലുമായിട്ട് ഒരു മനുഷ്യൻ വരും. അല്ലാഹു തആല അതിനെല്ലാം ഹബാഅൻ മൻഫൂറ, ഹബാഅൻ മൻഫൂറ, അതിനെല്ലാം നിഷ്ഫലമാക്കി കളയും, ഒന്നുമില്ലാതാക്കി കളയും. എന്താ അതിന്റെ കാരണം? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താണ് അതിന്റെ കാരണം? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മനുഷ്യൻ ജനങ്ങൾ കാണാൻ ഒരു തെറ്റും ചെയ്യയില്ല. നല്ല മാന്യനായിട്ട് എക്സ്ട്രാ ഡീസന്റ് ആയിട്ട് നടക്കും. ആരും കാണാത്ത സ്ഥലത്ത് അവൻ ഒറ്റയ്ക്ക് വലിയ തിന്മകൾ ചെയ്യും. അപ്പോൾ അവൻ റബ്ബിനെ ഭയപ്പെടുകയില്ല. അപ്പോൾ മനുഷ്യനെ പേടിക്കുന്നു, അവനെ സൃഷ്ടിച്ചൊരുക്കിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബിനെ ഭയപ്പെടുന്നില്ല. ഈ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യൻ വലിയ അമലുകളുമായിട്ട് വന്നിട്ട് അമലുകളെല്ലാം നിഷ്ഫലമാക്കി കളയും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ കാലം അങ്ങനെയാണ്, ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. മനുഷ്യർ ഒറ്റയ്ക്ക് തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും തുടക്കപ്പെട്ട ഒരു ലോകക്രമമാണ്. പഴയ കാലമല്ല. അത് ചെറിയ കുട്ടികൾ മാത്രമല്ല, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, പ്രായം ചെന്നവർ വരെ, വാർദ്ധക്യത്തിലെത്തിയവർ വരെ, അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും തിന്മയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക ക്രമത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നമ്മളുടെ മനസ്സിനെ നമ്മൾ ആത്മനിയന്ത്രണം നടത്തിയാൽ മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക. വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇവിടെ ഈ മനുഷ്യൻ ഇത്രയും ഭാഗ്യമായിട്ട് നോക്കുമ്പോൾ വലിയ വലിയ അമലുകളൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഒരിക്കലും ജനങ്ങളെ ഭയപ്പെട്ടതുപോലെ റബ്ബിനെ പേടിച്ചിട്ടില്ല. അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം വന്നില്ല, ആ മത്താനെ കുറിച്ചുള്ള പേടി ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രഹസ്യമായി തിന്മ ചെയ്യുന്നതിന് ആ മനുഷ്യനൊരു മടിയും ഉണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ ബാക്കി കൊണ്ടുവന്ന അമലുകൾ മുഴുവനും ഹബാഅൻ മൻസൂറ, അല്ലാഹു തആല അതിനെ പൊളിച്ചു കളയും, നിഷ്ഫലമാക്കി കളയും. നീ ജനങ്ങളെയല്ലേ പേടിച്ചത്, നീ എന്നെ ഭയപ്പെട്ടില്ലല്ലോ. നീ ആൾക്കാരെ ഭയന്നല്ലേ ചെയ്യാതിരുന്നത്, എന്നെ ഭയപ്പെട്ടില്ലല്ലോ എന്ന് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ സാഹചര്യങ്ങളും ഓരോ അവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആഖിറത്തിനെ ഇതുമായി താരതമ്യം ചെയ്ത് ജീവിക്കാൻ മുൻഗാമികൾ നമ്മളെ പഠിപ്പിക്കുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടൊപ്പം തബൂക്കിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബ വിവരിക്കുന്നുണ്ട്. കഠിനമായ ചൂടുള്ള സമയമാണ്, ഭയങ്കരമായ ചൂട്. ആ ചൂടിൽ യാത്ര ചെയ്യാൻ അവർക്ക് സൗകര്യങ്ങളില്ല, യാത്ര പ്രയാസമാണ്. അതിലുപരിയായി അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വിഭവമായ
ഈത്തപ്പഴമെല്ലാം പഴുത്ത് പാകമായിരിക്കുക. തബൂക്കിലേക്ക് മദീനയിൽ നിന്നും ദീർഘമായി 1,600 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും അതെല്ലാം പാഴായി പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഭയം ഓർക്കുണ്ട്. ഈ സന്ദർഭത്തിലാണ് തബൂക്കിലേക്ക് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. കപടവിശ്വാസികൾ, സംഭവം വിവരിക്കുന്നില്ല, കപടവിശ്വാസികളായ ആൾക്കാർ അവിടെ പരസ്പരം പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർർ, നിങ്ങൾ ഈ ചൂടത്ത് പോകരുത്. എന്തൊരു ചൂടാണ്! ഈ ചൂടത്ത് ആരാണ് പോകുന്നത്? ഇതെങ്ങനെയാണ് സഹിക്കുന്നത് എന്ന് പരസ്പരം പറഞ്ഞിട്ട് അവർ പിന്മാറിപ്പോയി. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറൻ ലൗ കാനൂ യഫ്ഖഹൂൻ, ഞങ്ങളെ അവരോട് പറയുക, നരകത്തിന്റെ തീ ഇതിനേക്കാൾ കടുകട്ടിയാണ് എന്നവരോട് പറയുക, അവർ മനസ്സിലാക്കുന്നവരാണെങ്കിൽ. തൽക്കാലം ഈ ചൂടിൽ ഒന്നും ചെയ്യാൻ അവർ മാറി നിന്നിട്ട് അവർ ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരോട് കുറച്ച് ചിരിക്കാൻ പറ, അവർ കൂടുതൽ കരയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ മുന്നിൽ ചിലപ്പോ തബൂക്കൊന്നും കാണില്ല, നമ്മുടെ മുന്നിൽ മറ്റു അമലുകൾ കാണും. സുബഹിയുടെ ബാങ്ക് വിളിക്കും, അപ്പോ ചൂടാണ്, തൽക്കാലം കിടന്നുറങ്ങിയേക്കാം. ജമാഅത്തുകൾ ഓറിന്റെ ബാങ്കിന്റെ സമയമാണ്, ചൂടാണ്, തൽക്കാലം പള്ളിയിലേക്ക് പോകണ്ട. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അമലുകൾ അള്ളാഹുവിലേക്ക് വിളിക്കുമ്പോൾ, പള്ളികളിൽ നിന്ന് വിളിക്കുമ്പോൾ, നമസ്കാരത്തിന് വിളിക്കുമ്പോൾ, സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോൾ ഈ ചൂടിന്റെ, ചെറിയ ചൂടിന്റെ ഈ അസ്വസ്ഥതകൾ പറഞ്ഞ് നമ്മൾ പതുക്കെ ഈ അമലുകൾ ഒഴിവാക്കി കഴിയുകയല്ല വേണ്ടത്. ഈ കാര്യം നമ്മുടെ ഓർമ്മയിൽ വരണം. ഈ ആയത്തുകൾ നമുക്ക് ഓർമ്മ വരണം. ആഖിറത്തിന്റെ അവസ്ഥകൾ ഓർമ്മ വരണം. മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങൾ, മഹാന്മാരായ സഹാബികൾ, അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ, അവർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ അവർ അല്ലാഹുവിനെ ഓർക്കുമായിരുന്നു. ഇമാം ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി ഒരുപാട് അടിമകളുടെ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. അതികഠിനമായ ചൂട് സമയത്ത് മരുഭൂമിയിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ നോമ്പനുഷ്ഠിക്കുന്നു. ഒരുപാട് സംഭവങ്ങൾ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരടിമയോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാളെ കൂടെ വിളിക്കുമ്പോൾ ആ അടിമ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് നോമ്പാണ്. ഇത്ര വലിയ ചൂടത്താണ് നോമ്പ് പിടിക്കുന്നത്. അപ്പൊ ആ അടിമ പറയുകയാണ്, അല്ലാഹുവിന്റെ നരകം എത്ര ഭയങ്കരമാണ്, ആഖിറത്തിന്റെ ചൂടിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ ചൂടിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. സംഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും, നമുക്കറിയാം. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു. അഥവാ ഒരാടിനെ നീ ഞങ്ങൾക്ക് തന്നേര വിലയ്ക്ക്, ഇതെന്റേതല്ല, ഇതിന്റെ ഉടമസ്ഥന്റെ മറ്റൊരാളുടേതാണ്, ഞാനത് മേയിക്കുന്ന ഒരു കൂലിക്കാരൻ മാത്രമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ യജമാനന്റെ അടുക്കൽ പോയി ഒരു ആടിനെ ചെന്നായ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ മതി. അത് അക്കാലഘട്ടത്തിൽ സ്വാഭാവികമാണ്. 100, 200, 500 ആടിനെ കൊണ്ടുപോകുമ്പോൾ ഒറ്റ തിരിഞ്ഞു പോയി ഒന്നിനെ ചെന്നായി പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കും. അപ്പൊ ആ അടിമ ആകാശത്തെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഫൈനല്ലാഹ്, പിന്നെ അള്ളാഹു എവിടെ പോകും, എനിക്ക് എന്റെ യജമാനന്റെ അടുക്കലല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീന വരെ യാത്ര ചെയ്തു. ഫൈനല്ലാഹ്, ഫൈനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു എവിടെ പോകും, അള്ളാഹു എവിടെ പോകും. മദീനയിലെത്തിയിട്ട് ആ ഉടമയെ കണ്ട് ആടിനെ മുഴുവനും വാങ്ങി ഈ അടിമയെ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി മോചിപ്പിക്കുകയും ആ ആടിനെ വാങ്ങിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനത്തെ ധാരാളം സംഭവം. ഇവർ അടിമ എന്ന് പറഞ്ഞാൽ എത്ര ബോധം ഉണ്ടാവും? നമ്മൾ ആലോചിച്ച് നോക്കി. അയാൾക്ക് എത്ര വിദ്യാഭ്യാസമുണ്ട്, അയാൾക്ക് എത്ര ചിന്താശേഷിയുണ്ട്. പക്ഷെ അക്കാലഘട്ടത്തില് സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും കഠിനമായ ചൂട് വരുമ്പോൾ അവർ നരകത്തെ ഭയപ്പെട്ടിരുന്നു. എന്നിട്ട് അവർ ആ സമയത്ത് നരകത്തെ പേടിച്ചിട്ട് കൂടുതൽ അമൽ ചെയ്തിരുന്നു. അല്ലാഹുവേ, നിന്റെ നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ കടുകട്ടിയാണല്ലോ, അതുകൊണ്ട് നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞവർ നോമ്പനുഷ്ഠിക്കും, മറ്റു ചില ഇബാദത്തുകൾ ചെയ്യും, കൂടുതൽ ശക്തമായ ഇബാദത്ത് ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തണുപ്പ് കാലമാകുമ്പോൾ സുന്നത്ത് നോമ്പ് കുറയ്ക്കും, ചൂടുകാലാകുമ്പോൾ സുന്നത്ത് നോമ്പ് കൂട്ടും. അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ രീതി, ശൈലി നമുക്കൊന്നും സാധിക്കുന്നില്ല. നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ഈമാനികമായ അവസ്ഥകളൊക്കെ ബലഹീനമായി പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറിയൊരു ചൂട് വരുമ്പോ നമ്മൾ ഇബാദത്തിൽ നിന്ന് പുറകോട്ട് പോകല്ല വേണ്ടത്. നമ്മൾ ജമാഅത്ത് നമസ്കാരം മുടക്കുകയല്ല വേണ്ടത്. നമ്മൾ സുബഹിയുടെ ജമാഅത്ത് ഒഴിവാക്കുകയല്ല വേണ്ടത്. ആ ചൂടത്ത് അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട്, നരകത്തെ ഭയപ്പെട്ടിട്ട് നമ്മൾ നേരത്തെ ജമാഅത്ത് നമസ്കാരത്തിന് എത്തണം. നമ്മൾ ജമാഅത്ത് നമസ്കാരം ശക്തിയായി മുറുകെ പിടിക്കണം, ഇബാദത്തുകൾ മുറുകെ പിടിക്കണം. ഈ ഒരു ചെറിയ ചൂട്
നാളെ ആഖിറത്തിൽ എനിക്ക് രക്ഷയ്ക്കൊരു വഴിയാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ദുനിയാവിൽ കഴിഞ്ഞുപോയ സമയത്ത് നിങ്ങൾ വിഷമം അനുഭവിക്കുകയും നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിക്കുകയും പാനീയം ഉപേക്ഷിക്കുകയും നിങ്ങൾ ചൂടനുഭവപ്പെടുകയൊക്കെ ചെയ്തതിന് ഫലമായി ഇന്ന് നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊള്ളുക എന്ന് അല്ലാഹു സ്വർഗവാസികളോട് പറയും എന്ന് ഖുർആനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാ അവസ്ഥകളും മുഅ്മിനീങ്ങൾ അവർക്ക് അനുകൂലമാക്കണം. പിന്നെ നമ്മൾ കാലാവസ്ഥകൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. അവസ്ഥകൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളോട് അടുത്ത സമയം വരുമ്പോൾ പക്ഷി മഴ കിട്ടാതെ അതിന്റെ കൂട്ടിൽ കിടന്ന് ചത്തുപോകും. അത്രയും വലിയ അവസ്ഥകൾ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില സമയത്തൊന്നും മഴയാണെങ്കിൽ മഴ കാരണം പ്രയാസം, ചൂടായാൽ ചൂട് കാരണം പ്രയാസം. ഇന്ന് അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാഹ്യമായ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. നമ്മളെല്ലാം കാരണങ്ങൾ കണ്ടുപിടിക്കുന്നവരാണല്ലോ. എല്ലാ കാരണത്തിന്റെയും മുകളിൽ ഒരു തീരുമാനമുണ്ട്. അത് നമ്മുടെ അമലുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നും മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് മുഴുവൻ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ഖുർആൻ അല്ലാഹു പറഞ്ഞു, "മൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ വൻക വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅമ." ആര് എന്റെ സ്മരണയെ തൊട്ടും പിന്തിരിഞ്ഞ് ജീവിക്കുന്നുവോ അവന് ഇടുക്കമുള്ള ഒരു ജീവിതമായിരിക്കും നാം നൽകുന്നത്. അത് കേവലം ഒരു സാമ്പത്തിക ഇടുക്കമല്ല, മാനസികമായ അസ്വസ്ഥത, അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കും നാം നൽകുന്നത്. അന്ത്യനാളിൽ അന്ധനായിട്ടായിരിക്കും അവൻ പുറപ്പെടുന്നത്, കബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് വരുന്നത്. അവൻ റബ്ബിനോട് പറയും, കുറച്ചോനെ എനിക്ക് നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്തുകൊണ്ടാണ് എന്നെ അന്ധനാക്കിയത്? അല്ലാഹു തിരിച്ചു പറയും, എന്റെ വചനങ്ങൾ, വാക്കുകൾ, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ നിന്റെ അടുക്കൽ വന്നപ്പോ നീ മറന്നു കളഞ്ഞു. അതുപോലെ ഇന്നേ ദിവസം ഞാൻ നിന്നെ മറന്നേക്കുകയാണ്, എന്താണ് നീ അത് അനുഭവിച്ചു കൊള്ളുക എന്ന് അവനോട് പറയും. അല്ലാഹു ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് അസ്വസ്ഥതയില്ലാത്ത ദുനിയാവിന്റെ ജീവിതവും അസ്വസ്ഥതയില്ലാത്ത ഖബറിന്റെ ജീവിതവും ആനന്ദകരമായ ആഖിറത്തിന്റെ ജീവിതവും അല്ലാഹു തആലയുടെ ദീനിലാണ് വെച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ കൽപ്പനകളെ പൂർത്തീകരിക്കുന്നതിലാണ് വെച്ചിരിക്കുന്നത്. അത് അവസ്ഥ ഏതാണെങ്കിലും കാലാവസ്ഥ ഏതാണെങ്കിലും സാഹചര്യങ്ങൾ ഏതാണെങ്കിലും അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹുവിനെ അനുസരിച്ച് ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും അവന്റെ വിധിവിലക്കുകൾ പൂർത്തീകരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നമ്മുടെ അഹ്ലുകാർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും നസീബാക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരങ്ങൾക്ക് വേണ്ടി ജനാസ നമസ്കരിപ്പിക്കാം.